നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. അടുത്ത സംസ്ഥാന നിയമസഭയ്ക്കുള്ള തിരഞ്ഞെടുപ്പ് അതിൻ്റെ തീയതി ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളം ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. നമ്മളുടെ രാഷ്ട്രീയ രംഗം ചൂടുപിടിച്ചിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. പൊതുരംഗത്തും ചർച്ചകൾ വളരെ സജീവമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പ്രൊഫസർ ജി ഗോപകുമാർ സാറുമായിട്ട് സംസാരിക്കുന്നത്. പ്രൊഫസർ ഗോപകുമാർ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. മുൻ കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലറുമാണ്. തത്വമയിയുടെ അടുത്ത സുഹൃത്തുമാണ്. സർ, സ്വാഗതം. നമസ്കാരം. ഏറെ നാളുകൾക്ക് ശേഷമാണ് തോന്നുന്നു നമ്മൾ തമ്മിൽ ഇരിക്കുന്നത് ഇല്ലേ? സാർ, ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ വഴിയിലായി കഴിഞ്ഞു. അതിനകത്ത് യാതൊരു സംശയമില്ല. സാർ, ഈ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് എന്താണ്? ഞാൻ ചോദിക്കാൻ കാരണം, ഇതൊരു സാധാരണ ഒരു രാഷ്ട്രീയ പോരാട്ടം. ആരെങ്കിലും ഒരു കൂട്ടർ ജയിക്കുന്നു, മറു കൂട്ടർ പ്രതിപക്ഷത്തിരിക്കുന്നു. അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിന് സവിശേഷമായ ഒരു സാഹചര്യവും പ്രാധാന്യവും ഉണ്ടോ? ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാകുന്നത് എങ്ങനെയാണ്? നിശ്ചയമായിട്ട് ഇത് ചരിത്ര പ്രാധാന്യം ഉണ്ടാകുന്നൊരു തെരഞ്ഞെടുപ്പാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാം. ഒന്ന്, മൂന്ന് മുന്നണികൾക്കും വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുകയും സാധ്യതകൾ കൊണ്ടുവരികയും ചെയ്യുന്നൊരു തിരഞ്ഞെടുപ്പ്. രണ്ട്, കേരളം ബൈപോളാർ രാഷ്ട്രീയത്തിൽ നിന്ന് ട്രൈപോളാർ ആകുന്നു. തൃശ്ശൂരിൽ മാത്രമേ നേരത്തെ ആയുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പോഴും ട്രൈപോളറായി. പക്ഷെ അതൊക്കെ ഭാഗികമാണ്. കേരളം ഒട്ടുക്ക് ഒരു മൂന്ന് മുന്നണികൾ ഒരുമിച്ച് ഏതാണ്ട് തുല്യതയ്ക്കടുത്ത് വരുന്ന രീതിയിലുള്ളൊരു മത്സരത്തിലേക്ക് എത്തുന്നതാണ് ഇതിലൊരു പ്രാധാന്യം. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്. തീർച്ചയായിട്ടും. ഈ പ്രധാനമായിട്ടും സാധാരണ നമ്മൾ പറയുന്നത് ഇടത് വന്നു വലത് വന്നു, മാറി മാറി വരുന്ന റുട്ടീൻ ചേഞ്ച് ഓഫ് ഗവൺമെൻറ്. അതിനപ്പുറം ഇത്തവണ ഇടത് വന്നാലും വലത് വന്നാലും BJPയുടെ പെർഫോമൻസാണ് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് BJP ആണെന്ന് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഫോക്കൽ പോയിന്റ് ഇല്ലേ എല്ലാവർക്കും? തീർച്ചയായിട്ടും. കാരണം കൂടുതൽ അസംബ്ലി നിയോജകമണ്ഡലങ്ങളിൽ പ്രകടനം ശക്തമാക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് പേർ ജയിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ BJPയുടെ വരവോടുകൂടി പരമ്പരാഗതമായി ഇടതിൻ്റെയും വലതിൻ്റെയും ശക്തി കേന്ദ്രങ്ങൾ ചോരുന്നു. ഒരു പുതിയൊരു ഇമേജ് വരുന്നു. പണ്ട് പറയുന്നത് BJP ശക്തിപ്പെട്ടാൽ അത് കോൺഗ്രസിന് ദോഷം ചെയ്യും, പിന്നീട് പറഞ്ഞ് LDFന് ദോഷം. ഞാൻ പറയുന്നത് ഇത് രണ്ടുമല്ല. തലമുറ മാറ്റം വന്നതോടുകൂടി BJP അതിൻ്റേതായൊരു നിയോജകമണ്ഡലം, അതിൻ്റേതായൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്പ് ചെയ്തു. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നവർ കോൺഗ്രസ്സുകാരുമല്ല ലെഫ്റ്റുകാരുമല്ല, അവർ BJPക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് മൂന്നാമത് വരുന്നതോടുകൂടി ഇത് ട്രൈപോളർ ആകുന്നത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടനത്തിനനുസരിച്ചായിരിക്കും ഭാവിയിൽ LDF എങ്ങനെ മുന്നോട്ട് പോകും. ഞാൻ അതാണ് അങ്ങയോട് ചോദിക്കാൻ വന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടുന്ന ഓരോ സീറ്റ് അല്ലെങ്കിൽ ഒരു പുരോഗമനം എന്തുണ്ടായാലും അത് BJPക്ക് ഒരു വേ ഫോർവേഡാണ്. പക്ഷേ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും UDFനും അങ്ങനെയല്ല. ഇൻ കേസ് LDF ഈ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച വരുത്തിയാൽ ഒരു സിനേറിയോ ഞാൻ ചോദിക്കുകയാണ്, UDFന് എന്ത് സംഭവിക്കും? അതുപോലെ UDF ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ LDFന് എന്ത് സംഭവിക്കും? വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു സിറ്റുവേഷനാണ്. ഇടത് ഭരണത്തിൽ തുടർന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ടാകും. കേന്ദ്രത്തിൽ കോൺഗ്രസ് അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം, അത് തിരിച്ച് ഒരു റീജുവിനേഷനുള്ള സാധ്യതയില്ല. സംസ്ഥാനങ്ങളിൽ 4-5 സംസ്ഥാനങ്ങളിൽ കഷ്ടിച്ച് ഭരിക്കുന്നു. അപ്പോൾ കിട്ടേണ്ട ഒരു സംസ്ഥാനത്ത് അത് കിട്ടുന്നില്ല എങ്കിൽ UDFൻ്റെ ഭാവി ഇല്ലാതാകുമെന്നുള്ളൊരു പ്രശ്നം. അതാണ് UDFൻ്റെ മുമ്പിൽ വരുന്ന വെല്ലുവിളി. മറിച്ച് LDFൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, LDF 2 തവണ തുടർച്ചയായിട്ട് ഭരിച്ചു. കേരളത്തിൽ ഒരുപാട് വെല്ലുവിളികളും മാറ്റങ്ങളും അതോടൊപ്പം സംവാദങ്ങളും വിവാദങ്ങളും എല്ലാം സൃഷ്ടിച്ചു. പക്ഷേ LDF തോറ്റു കഴിഞ്ഞാൽ LDF പഴയതുപോലെ ശക്തി ആർജിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ LDFിലെ ഒരു നല്ലൊരു ഭാഗം ആൾക്കാർ BJPയിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ട്രെൻഡ് തോന്നുന്നുണ്ടോ? അല്ലാതെ ആൾറെഡി BJPയുടെ വളർച്ച എന്ന് പറയുന്നത് ഹിന്ദു ബേസിലാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഹിന്ദു സോഷ്യൽ ബേസാണ്. ആ സോഷ്യൽ ബേസിലേക്ക് കടന്നു കയറുകയാണ്, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലേക്ക്, അതർ OBCസിലേക്ക്. നായർ സമുദായത്തിൽ സംശയമൊന്നുമില്ല, വളരെ നേരത്തെ തന്നെ BJPക്ക് ഒരു ക്രിട്ടിക്കൽ മാസ് ബേസ് ഉണ്ട്. ഒരു 60-65% നായർ വോട്ട്സ് പോകുന്നത് BJPക്കാണ്. പക്ഷേ നായർ സമുദായം കേരളത്തിൽ 13% ഉള്ളൂ. പക്ഷേ 25% അതിൽ കൂടുതലുമുള്ള ഈഴവ സമുദായത്തിലേക്ക് BJP കൂടുതൽ കയറുന്നത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യും. അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കുറയാനുള്ള സാധ്യത BJPയുടെ വളർച്ചയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് LDF തോക്കുകയാണെങ്കിൽ അതിൻ്റെ LDFൻ്റെ വളർച്ചയ്ക്കും ഭാവിക്കും
അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ ചർച്ച വളരെ ശക്തമായി സജീവമായിട്ട് വരും. മറിച്ച് സൈഡിൽ മറ്റേ സിനേറിയോയിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലയിലേക്കും കടന്നു കയറുന്നുണ്ട് BJP. ഇപ്പോൾ PC ജോർജിനെ പോലെയുള്ള ആൾക്കാരൊക്കെ BJPയുടെ ശക്തരായ വക്താക്കളും നേതാക്കന്മാരുമായിട്ട് മാറി. ഒരുപക്ഷെ വർഷങ്ങൾ മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സിനേറിയോ അതിനകത്തുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്? അതിപ്പോൾ വെറും ഒരു LDF വോട്ട് ബേസിലേക്ക് മാത്രമല്ല BJPയുടെ കടന്നുകയറ്റം എന്ന് പറയേണ്ടി വരില്ലേ? അതെ അതെ, പക്ഷേ കുറച്ചുകൂടി കൂടുതൽ LDFലാണ് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും. കാരണം ഹിന്ദു ബേസ് ഉള്ളതുകൊണ്ട്. മറുവശത്ത് ക്രിസ്ത്യൻ ബേസിൽ അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണ് BJPക്ക് കുറച്ച് അംഗീകാരം കിട്ടിയിട്ടുള്ളത്, ഒരു ലെജിറ്റിമസി കിട്ടിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്. അത് തീർച്ചയായിട്ടും കാത്തലിക് വിഭാഗത്തിൻ്റെ ഇടയിലും പൊതുവിൽ സിറിയൻ വിഭാഗങ്ങളിലുമെല്ലാം ഒരു 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 ബേസ് ഉണ്ട്. കാരണം കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 17-18% ഉണ്ട് ഔദ്യോഗികമായിട്ട്. അതിനകത്തൊരു 13% അപ്പർ കാസ്റ്റാണ്. ഞാൻ ഈ ദളിത് ക്രിസ്ത്യൻസിനെ ഈ കണക്കിൽ കൂട്ടുന്നില്ല, അത് വേറെ കണക്കാണ്, ഞാൻ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഡോമിനൻറ്റ്. അതിലേക്കാണ് BJP കയറാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും വലിയ തർക്കങ്ങളൊന്നുമില്ല. മധ്യ തിരുവിതാംകൂറിൽ പണ്ട് തന്നെ ഹിന്ദു ക്രൈസ്തവ ഐക്യം ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ ദേശീയ തലത്തിൽ BJP ഏറ്റവും വലിയൊരു ലെജിറ്റിമേറ്റ് പാർട്ടിയായി എത്രയോ കാലമായി നിൽക്കുന്നു. അപ്പോൾ ദേശീയപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് കൊണ്ട് ഒരു പരമ്പരാഗതമായൊരു വിരോധം BJP ദേശീയ വിഷയങ്ങളിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ദേശീയതയോടുകൂടി നിൽക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് അതിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കൂടുതൽ നേതാക്കന്മാർ വരുന്നുണ്ട്. PC ജോർജ് മാത്രമല്ല, അത് BJPയിൽ തന്നെ ഇപ്പോൾ അനൂപ് ആൻ്റണി വളരെ ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട്. പക്ഷേ അനൂപ് മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നതല്ല, സ്ട്രെയിറ്റ് RSSൽ നിന്ന് ചെറുപ്പത്തിലേ വന്ന വളർച്ച. അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ജോർജ് കുര്യനും അതുപോലെയാണ്. തീർച്ചയായിട്ടും രണ്ടുപേരും പാർട്ടിയിലൂടെ വളർന്നു ആൾക്കാരാണ്. അതെ. ഇനിയിപ്പോൾ മറ്റു വിഭാഗക്കാരെന്നുള്ള നിലയിൽ ഇപ്പോൾ 2020 എന്ന് പറയുന്ന ഒരു കമ്മ്യൂണൽ പാർട്ടിയല്ല. എന്നാലും അതിനകത്ത് വരുന്ന ക്രിസ്ത്യൻ ബേസ് BJPയോട് അനുകൂലം കാണിക്കുന്നു എന്ന് പറയുന്നതും കുറച്ച് സ്വാഗതാർഹമാണ്. ആ നിലയിൽ അതിനെ കാണാവുന്നതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു തുടർച്ചയായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുക? അതിൻ്റെ ഒരു ട്രെൻഡ് തുടരുമോ? അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും UDF അണികൾക്ക് വലിയ മുറയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവരെ മുറയിൽ അപ്ബീറ്റായി, അവർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിൽ 530ഓളം സീറ്റുകൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് പകുതിയോളം കിട്ടി. അപ്പോൾ അടിത്തറയിൽ UDFന് ശക്തി ഉണ്ട് എന്നുള്ളൊരു വസ്തുത അവിടെ തെളിയിക്കുന്നുണ്ട്. പരമ്പരാഗതമായി പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളാണ്, അത്യപൂർവമായിട്ട് പോയിട്ടുള്ളൂ. പക്ഷേ ഇതേപോലെ ഡീവാസ്റ്റേറ്റിംഗ് ആയിട്ട് പോയൊരു തിരഞ്ഞെടുപ്പില്ല. അപ്പോൾ ആ നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടർച്ചയാണ്, അതിനുള്ള സാധ്യത ഉണ്ട്. കാരണം പാർലമെൻറ്റും പഞ്ചായത്ത് അസംബ്ലി തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അസംബ്ലിയും പഞ്ചായത്തും അടുത്തടുത്ത് നിൽക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ UDFനുള്ള വിജയസാധ്യത വളരെ വളരെ കൂടുതലാണ്. മാത്രമല്ല 10 വർഷമായിട്ട് ഒരു ഭരണത്തെ സഹിച്ചുകൊണ്ടിരിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ചെന്ന് UDFൽ വരുമോ എന്നുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. അതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നൽകിയ UDFന് കൊണ്ടുവന്ന ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട്. ഈ ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബൻസി, അത് ആക്ച്വലി ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ? തീർച്ചയായിട്ടും വലിയ രീതിയിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അതിനോടൊരു സബ് ചോദ്യം, അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരാണോ അതോ ഇടത് മുന്നണിക്കെതിരാണോ? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മാറണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഞങ്ങളുടെ MLA വലിയ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വോട്ടർമാരുണ്ട്. ഇടത് വോട്ടർമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു പിണറായി വിജയനോടുള്ള എതിർപ്പാണോ ഭരണവിരുദ്ധ വികാരം ഇൻ ടോട്ടാലിറ്റി ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഈ ചിന്ത അണികൾക്കിടയിലാണോ ജനങ്ങൾക്കിടയിലാണോ? അതായത് പൊതു വിഷയങ്ങളിൽ ഇടപെടുന്ന MLAമാരോട് ഒരു സഹാനുഭൂതി ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം അവർ MLAമാർ അവരെ മണ്ഡലങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഇവിടെ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ മന്ത്രിമാരെ എടുത്തപ്പോൾ തന്നെ 2021 ഒരു തെറ്റ് പറ്റി, ഒരു പിഴച്ചുപോയ ഒരു സംഭവം എന്ന് പറയുന്നത് നല്ല കഴിവുള്ള ആൾക്കാരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. 2016-21 മന്ത്രിസഭയും 2021-26 തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും കൂടുതൽ അസർട്ടീവായ ഒരു ചീഫ് മിനിസ്റ്റർ, നേരത്തെ അസർഷന് ഒരു കുറവുമില്ല, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ശക്തനായി. മാത്രമല്ല ശൈലജയെ പോലെയുള്ള ആൾക്കാർ മന്ത്രിസഭയിലില്ല, സുധാകരനെ പോലുള്ളവർക്ക് സീറ്റ് കൊടുത്തില്ല, ശക്തരാരുമില്ല. പിന്നെ വരുന്നവരൊക്കെ വളരെ ജൂനിയേഴ്സാണ്.
അപ്പോൾ പിന്നീട് കൺട്രോൾ ഇല്ലാതായി. അവിടെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ഏകാധിപത്യ സ്വഭാവം വന്നു എന്ന് പറയുന്നത്. പക്ഷേ 2016 തൊട്ട് 21 വരെയുള്ള ചീഫ് മിനിസ്റ്ററുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അന്നത്തെ സാഹചര്യങ്ങൾ ഗുണമായി. വെള്ളപ്പൊക്കം വന്നു, കോവിഡ് വന്നു, അപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ വന്നു. അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കാനും കുറച്ചുകൂടി റെസ്പോൺസീവായി നിൽക്കാനും ശൈലജയെ മാറ്റിക്കൊണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷേ അത് ആ തന്ത്രം നന്നായിട്ട് ഉപയോഗിച്ചു, ബലം ചെയ്തു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2021 വന്നപ്പോൾ 70,000-ൽ പരം വോട്ട് ശൈലജയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ പിണറായിക്ക് 60 അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ശൈലജ വളരെ പോപ്പുലറാണെന്ന് തെളിഞ്ഞു. പക്ഷേ അന്നുണ്ടായിരുന്ന സാഹചര്യങ്ങൾ ചീഫ് മിനിസ്റ്റർ നന്നായി യൂട്ടിലൈസ് ചെയ്യുകയും ജനങ്ങളുടെ മുമ്പിൽ ഈ തർക്കിച്ചു നിൽക്കുന്ന യുണൈറ്റഡ് അല്ലാത്തൊരു UDF-നേക്കാൾ ഭേദം ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റിയ LDF ആണ്. ഞാൻ 2021 LDF വരുന്ന പ്രവചിച്ച ഒരാളാണ്. അന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഈ ക്രൈസിസ് മാനേജ്മെന്റ്. അതെ അന്നത്തെ സാഹചര്യം ഞാൻ വളരെ വ്യക്തം, എനിക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും LDF തന്നെ തുടർ ഭരണം കിട്ടും. കാരണം മറുവശത്ത് അവർ തമ്മിലടിക്കുന്നല്ലാതെ പരസ്പരം തോൽപ്പിക്കാൻ നിൽക്കുന്ന. ഇപ്പോൾ ആ സാഹചര്യത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം അവിടെയാണ് ആൻറ്റി ഇൻകംബൻസിയുടെ റിലവൻസ്. അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറി. ആരോഗ്യരംഗം വളരെ പരാജയപ്പെട്ട രംഗമാണ്. വിദ്യാഭ്യാസ രംഗം അങ്ങേയറ്റം കലുഷിതമാണ്. അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാവപ്പെട്ടവരെ മാറ്റി സഹായിച്ചു എന്ന് പറയുന്നതിനപ്പുറം പൊതുവിൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ മാറിയോ? സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ രംഗം അങ്ങേറ്റം കലുഷിതമാണെന്ന് മാത്രമല്ല ചെറുപ്പക്കാരെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അത് തന്നെ തൊഴിലില്ലായ്മ ഇല്ല എന്നും വിദ്യാഭ്യാസ രംഗത്തിന് ഭാവിയില്ലാത്തതാണ്. പിന്നെ ഇവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇല്ല. അമിത രാഷ്ട്രീയവൽക്കരണം മറ്റൊരു പ്രശ്നമല്ലേ. പിന്നെ സാമ്പത്തിക ദുർവിനിയോഗം. കാരണം ഒരു പ്രതിപക്ഷം പറയുന്നത് 6 ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ്. അത്രയില്ല, 4 ലക്ഷത്തിൽ ചില്ലുവാനും കോടി കടമാണെന്നാണ് ഭരണപക്ഷത്തെന്ന് പറയും. പക്ഷേ എന്തായാലും ഇത്രയും ഭീമമായൊരു കടം നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ഭാവി എങ്ങനെയാണ്? കേരളത്തിനകത്ത് നമുക്ക് അറിയാം, കേരളത്തിൻ്റെ വികസന മാതൃക ഗുണം ചെയ്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. അത് അമർത്യ സെൻ ഉൾപ്പെടെ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രവാസികളുടെ എണ്ണം കൂടിയത്. അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതോടൊപ്പം വ്യവസായവൽക്കരണവും നടന്നിരുന്നെങ്കിൽ കേരളത്തിന് അനുയോജ്യമായ വ്യവസായവൽക്കരണവും തൊഴിലവസരങ്ങളും നൽകി ഇവിടെ തന്നെ ആൾക്കാർക്ക് നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം ഒരു വൃദ്ധസദനത്തിലേക്ക് പോകില്ലായിരുന്നു. അത് ഒരു വെല്ലുവിളിയല്ലേ? ഇപ്പോൾ കേരളത്തിനകത്ത് ആരുമില്ല എന്ന് പറയുന്നൊരു വെല്ലുവിളിയല്ലേ? അധ്വാനിക്കാൻ പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ വരുന്നത് ബംഗാളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അത് ഫിസിക്കലായിട്ടാണെങ്കിലും ഇൻ്റലക്ച്വൽ വർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇത് ഗ്രാജുവലായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായി ഒരു പീക്കിലെത്തിയ. അതെ. പക്ഷേ ഇത് വല്ലാത്ത അതിനിടയ്ക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഗ്രാജുവേറ്റ് കോഴ്സിന് പോലും കുട്ടികൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ഫോറിനിൽ പോകും. കുറയാണ് അല്ല, പോകുന്ന എണ്ണം കൂടുകയാണ്. വെളിയിൽ പോകുന്നു. അത് ഇതുപോലും കേരളത്തിൽ നിർത്താൻ കഴിയും. പണ്ട് റിസർച്ചിന് പോകുമായിരുന്നു, കുറച്ച് പേർ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൊഴിൽ അന്വേഷിച്ച് പോകുന്ന മാത്രമല്ല, 18 വയസ്സ് കഴിഞ്ഞ വീട്ടുകാർ വിടുകയാണ്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന്. അത് ഇനിയിപ്പം നാളൊരു കാലത്ത് വരുന്ന ഭരണം ഏതായാലും അവരുടെ മുമ്പിൽ ഈ വെല്ലുവിളി വരും. തൊഴിലവസരം നാട്ടിലുണ്ടാക്കി കൊടുക്കണം. അമിത രാഷ്ട്രീയവൽക്കരണം ഇല്ലാതാകണം. അത്യാവശ്യ രാഷ്ട്രീയത്തിന് യാതൊരു തെറ്റുമില്ല. പിന്നെ സമാധാനം വേണം. ഈ അക്രമവും വയലൻസും, ഡൊമസ്റ്റിക് വയലൻസ് മാത്രമല്ല പൊളിറ്റിക്കൽ വയലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതോടൊപ്പം ധാരാളിത്ത സംസ്കാരം ഭരണത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാമാണ് കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ടേമിലെ ക്രൈസിസ് മാനേജ്മെന്റിൽ നിന്ന് ഇപ്രാവശ്യം ഒരു ടോട്ടൽ മാനേജ്മെന്റ് ഫെയിലിയർ ആണ് എന്ന് പറയാം. ഭരണപരാജയമാണ് അത്. അതോടൊപ്പം ഈ പറയുന്ന ശബരിമല പോലെയുള്ള വിഷയങ്ങൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്? അത് വലിയ ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമലയുമായി ബന്ധപ്പെട്ട അയ്യപ്പ മഹാസംഗമം നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിന് വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി കൊടുത്തു. കാരണം നമുക്കറിയാം ദേവസ്വം ബോർഡ് എന്ന് രാഷ്ട്രീയവൽക്കരിച്ചിട്ടുണ്ട്. അതിനകത്തിരുന്ന ആൾക്കാരൊക്കെ രാഷ്ട്രീയപരമായിട്ട് വന്ന ആൾക്കാരാണ്. പക്ഷേ ഇത്രത്തോളം മോഷണം വരികയും അതിനുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊണ്ടുവരികയും നാട്ടുകാരതിൽ വിഷമിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ അതിന് പിടിച്ചു നിൽക്കാനോ അതിന് വ്യക്തമായൊരു മറുപടി നൽകാനോ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല, ഭരണപക്ഷത്തിന് കഴിയുന്നില്ല. അതിന് പുറമെ അയ്യപ്പ സംഗമം നടത്തി, അതിൻ്റെ കണക്കിലും തെളിവില്ല. അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ട് താടിച്ചു. പിന്നെ അപ്പോൾ ചുരുക്കത്തിൽ ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചത് അതിനെ ഈ തൊട്ട് 100 ദിവസത്തിനകം നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിനിടയ്ക്ക് ഈ ട്രെൻഡ് മാറ്റാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. ഈവൻ മാനേജ്മെൻറ്റൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ പിന്നെ വയനാട്ടിലെ കാര്യങ്ങൾ, അവിടുത്തെ റീഹാബിലിറ്റേഷനൊക്കെ കൊണ്ടുവരും. അങ്ങനെയുള്ള പ്രൊജക്ഷനൊക്കെ ചെയ്യുന്ന നല്ലതാണ്. പക്ഷേ ഈവൻ മാനേജ്മെൻറ്റും കൂടിപ്പോയി. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഹിന്ദു വിഭാഗത്തിന് മാത്രമല്ല എല്ലാ വിഭാഗക്കാരെയും ബാധിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, ഈ ഗവൺമെൻറ് തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതിലുള്ള
കുഴപ്പങ്ങൾ. ഭരണഘടനാപരമായി കൊടുത്തൊരു അവകാശമാണെങ്കിലും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കാലാകാലങ്ങളായി തെളിഞ്ഞു. ഇനിയും ആൾക്കാർക്ക് ഇതെങ്ങനെ ഭക്തിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും, ആ ഒരു വികാരം നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ഹിന്ദു വിഭാഗത്തിന് മാത്രമല്ല എല്ലാ വിഭാഗക്കാർക്കും അയ്യപ്പനെ ഉപദ്രവിച്ചു ഇല്ലെങ്കിൽ സ്വാമിയെ ഉപദ്രവിച്ചു, വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളൊരു വികാരം ശക്തമായിട്ടുണ്ട്. അത് ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാർ, കാരണം ഇന്നിപ്പോൾ ചാനലൊക്കെ അയ്യപ്പനൊരു വികാരമാണ്, അയ്യപ്പൻ്റെ മുമ്പിൽ ചെന്ന് കൈയും കെട്ടി നിൽക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയെയും മെമ്പേഴ്സിനെയൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് എന്ത് വികാരമാണോ ഉള്ളത്? തീർച്ചയായിട്ടും അതൊരു ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരു അധികാരത്തിൻ്റെ ഒരു അടയാളമായിട്ട് മാത്രമേ ആൾക്കാർ അത്. അതിനോടൊപ്പം സ്വർണ്ണക്കൊള്ളയും കൂടി നോക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയും കൂടി. പക്ഷേ എനിക്ക് സാർ ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കാനാണ് തെരഞ്ഞെടുപ്പിനെക്കാട്ടി കൂടുതൽ. ബിക്കോസ് പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ നോക്കുന്ന ആളാണ്. എനിക്ക് മനസ്സിലാവാത്ത ഈ ഒരു ലോജിക്കലായിട്ട് ഇപ്പം ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്ക് വലിയ ഒരു തിരിച്ചടി നേരിട്ടു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു, ജനവികാരം എതിരായി എന്ന് കണ്ടിട്ട് പോലും അതിനുശേഷം നടക്കുന്ന ഈ അയ്യപ്പ മഹാസംഗമം എന്ന് പറഞ്ഞ ഇതിന് ഇത്ര പച്ചയ്ക്ക് ഇത് തട്ടിപ്പ് നടത്താൻ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സാധിക്കുക? ഇവർക്കിത് മനസ്സിലാവുന്നില്ലേ, അതോ ആർ ദേ ടേക്കിംഗ് ദ പബ്ലിക് ഫോർ ഗ്രാൻഡ്? രണ്ടാമത് പറഞ്ഞാണ് ശരി, ജനങ്ങൾ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്യുള്ളൂ, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഘടകവിരുദ്ധമല്ലേ? ഈ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കാണിച്ചിട്ട് അയ്യപ്പ മഹാസംഗമം കൊണ്ടുവന്ന് ഭക്തി കൊണ്ടുവന്ന് എന്നിട്ട് മറ്റൊരു വിരോധം കാണിക്കുന്നത് പ്രതിനിധിയായിട്ട് കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ കൊണ്ടുവന്നത് സ്റ്റാലിനെയാണ്. അദ്ദേഹം വന്നില്ല, മറ്റൊരാൾ വന്നു. അദ്ദേഹത്തിന് ദൈവവിശ്വാസം പോലും ഇല്ലാന്ന് മാത്രമല്ല ഹിന്ദു ആരാധനയോട് വലിയ എതിർപ്പുള്ള ആളാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ കോൺട്രഡിക്ഷൻസ് അല്ലേ അവർ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻസ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നാണോ വിചാരിക്കുന്നത്? അതായത് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് ഇവർക്ക് എന്താ മനസ്സിലാവാത്തത്? അവിടെയാണ് അവർ പരാജയപ്പെട്ടത്. കാരണം പഴയതുപോലെയല്ല അണികൾ എന്ന് പറയുന്നത്. പഴയ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രവും ആ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അതിൽ തുടർച്ചയായി നിൽക്കുന്നൊരു വിശ്വാസവും അതുകൊണ്ട് റാഷണലാകാം, ദൈവവിശ്വാസം വേണ്ട എന്നുള്ള നിലയിൽ വിശ്വസിക്കുന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്നൊക്കെ ആൾക്കാർ മാറി. ഒരു വശത്ത് ആഗോളീകരണം കൊണ്ടുവന്ന സ്വാധീനം, മറുവശത്ത് ഈ ദൈവത്തോടുള്ള വിശ്വാസവും ആത്മീയതയുടെ ഒരു പുനർചിന്തനം ഉണ്ടായി അതിൽ കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു കാലഘട്ടം എല്ലാ മതവിഭാഗങ്ങൾക്കും അതുണ്ടാകും. ഇതിനോടൊപ്പം തീവ്രവാദത്തിൻ്റെ രാഷ്ട്രീയവും മറ്റുമാണ്. അപ്പോൾ ഈ പശ്ചാത്തലമൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഹിന്ദു ദൈവങ്ങളോട് കാണിക്കുന്ന ഒരു വികാരം ഇത്തരത്തിലാകുമ്പോൾ, അത് ഘടകവിരുദ്ധമായി കാണിക്കുമ്പോൾ മറ്റു മതവിഭാഗക്കാർക്കും അത് വേദന ഉണ്ടാക്കും. തീർച്ചയായും. കാരണം ഇത് നാളൊരു കാലത്ത് മറ്റൊരു ഭാഗത്തെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതും ആ ഭയവും കാണും. അതുകൊണ്ട് അങ്ങനെ പോകുന്ന ഏറ്റവും കൂടുതൽ വരുമാനം ഒരു സമയത്ത് കേരളത്തിൽ കിട്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രത്തോളം ഭക്തർ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായിട്ട് മാനേജ് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള അത്ഭുതപ്പെടുത്തുന്ന, കാരണം ഇത്രയും രാഷ്ട്രീയ പരിജ്ഞാനമുണ്ട്, ഇത്രയും ഉപദേശകരുണ്ട്, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു തട്ടിപ്പ് സമ്മേളനം നടത്താതിരിക്കാനുള്ള. അത് ഞാൻ മനസ്സിലാക്കിയത് നല്ല രീതിയിൽ ഉപദേശിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഉപദേശകർ ചെന്ന് ഉപദേശിക്കാൻ ഭയപ്പെട്ടിരുന്നു. അതാണ് വസ്തുത. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിത് പറയണമെന്ന് ആഗ്രഹിച്ച് ചെയ്യരുത്, ഇത് അപകടമാണ്, പക്ഷേ മറ്റേ പറഞ്ഞു ചെന്ന് പറയരുത്, അതോടെ നിങ്ങൾ ശത്രുവാകും. അപ്പോൾ അതുകൊണ്ട് ഈ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കുന്ന അണികളെയാണ്, ഉദ്യോഗസ്ഥരെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കാരണം ക്രിറ്റിസിസം എടുക്കുന്നില്ല. അതെ, എല്ലാ ഏകാധിപതികൾക്കും ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ്. UDF ഇത്രയും പ്രശ്നം വരത്തില്ല, കാരണം അതിനകത്തുനിന്ന് തന്നെ ശക്തമായ വിമർശനം വരും. അതവർ ഉൾക്കൊള്ളുകയും ചെയ്യും. ഇവിടെ കറക്റ്റ് ചെയ്യാനൊരു സമയമില്ല, കറക്റ്റ് ചെയ്യാനൊരു അവസരവുമില്ല. UDF കാര്യം, ഇപ്പോൾ UDF ഒരു ടാർഗറ്റ് 100 സീറ്റ് എന്ന് പറയുന്നുണ്ട്, അത് പ്രാക്ടിക്കലാണെന്ന് വിചാരിക്കുന്നുണ്ടോ? 100 സീറ്റ് ഒരു അമിത വിശ്വാസമാണ്. ഒരു തരംഗമുണ്ടെന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ UDF 100 സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ തരംഗമുണ്ടാകുന്ന മേഖലകൾ നമുക്കറിയാം. അതിനപ്പുറം കേരളത്തിൽ ചില മേഖലകളിൽ BJPയുടെ പ്രസൻസ് ഉൾപ്പെടെ ആ തരംഗത്തിനൊരു വിഘാതമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന പോലെ UDF തകർന്നടിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് പഴയ കണക്കനുസരിച്ച് ആണെങ്കിൽ UDF ഇത്ര പോലും പ്രതീക്ഷിക്കാൻ വകയില്ലായിരുന്നു. പക്ഷേ സതീശൻ ആഗ്രഹിക്കുന്ന സതീശൻ ആഗ്രഹിക്കുന്ന 100 സീറ്റ് വരണമെങ്കിൽ കേരളത്തിലെമ്പാടുമുള്ള ഒരു വലിയൊരു തരംഗം രൂപീകരിക്കുക വേണം. ആ തരംഗത്തിന് പ്രശ്നം വരുന്ന രണ്ട് ഘടകങ്ങൾ, ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ അണികൾ ഇപ്പോഴും പാർട്ടിയോടൊപ്പം നിൽക്കുന്നു, ഏകാധിപത്യമാണെന്ന് പറഞ്ഞാലും അവരുടെ ഒരു വിമത സ്വരം ഉണ്ടാകുന്നില്ല. രണ്ട്, ഈ ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു ഷെയർ തീർച്ചയായിട്ടും BJP കൊണ്ടുപോകുന്നുണ്ട്. ആ ന്യൂട്രലൈസേഷൻ ഫാക്ടർ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ
ലെഫ്റ്റ് ഈ പറയുന്ന പോലെ ഒരു തകർച്ച ഉണ്ടാവില്ല. യു ഡി എഫിന് അപ്പർ ഹാൻഡ് ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ചില യു ഡി എഫ് വോട്ടേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് യു ഡി എഫിന് വോട്ട് അവർ രണ്ട് കാര്യങ്ങൾ പലരും ഒന്നിൽ കൂടുതൽ ആൾക്കാർ പറഞ്ഞത്. ഒന്ന്, യു ഡി എഫ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനുണ്ടാകാൻ പോകുന്ന ഒരു അപ്രമാദിത്വം. ആ മുസ്ലിം ലീഗ് അത് യു ഡി എഫ് വോട്ടേഴ്സ് മാത്രമല്ല എല്ലാവരും പറയുന്ന പൊതുസമൂഹത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഒരിക്കലും പണ്ട് അത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം മുസ്ലിം ലീഗ് ഒരു ഭീകരമായ ഒരു ശാക്തിക ചേരിയായിട്ട് യു ഡി എഫിനുള്ളിൽ മാറുമെന്നും കോൺഗ്രസ് പോലും അപ്രസക്തമാകുമെന്നുമുള്ള ഒരു വിഷയം. രണ്ട്, യു ഡി എഫിനുള്ളിലെ ഈ നേതാക്കന്മാരുടെ തമ്മിലടി, ഇത് രണ്ടും അവരെ മടുപ്പിക്കുന്നില്ലേ? അവരെ മടുപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ലീഗിൻ്റെ അപ്രമാദിത്വം പഴയകാലത്ത് ചെറുതായിട്ടെങ്കിലും ഉണ്ട്. അവർ ഭരണത്തിൽ നിർണായകമായ സാഹചര്യങ്ങൾ, വകുപ്പുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാനും നിർണായകമായ പൊസിഷൻസ്, ഗവൺമെൻറ്റിൽ മന്ത്രിമാരല്ലാത്ത പൊസിഷൻ, ചെയർമാൻഷിപ്പ്, വലിയ അതിലൊക്കെ അവർ എവിടെയൊക്കെ പബ്ലിക്കായിട്ടുള്ള പോസ്റ്റുകൾ കിട്ടും അതെല്ലാം കാര്യമായിട്ട് പിടിച്ചെടുക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടാമത് പറഞ്ഞ കാര്യം, ഗവൺമെൻറ്റുകൾ നേതാക്കന്മാർ തമ്മിലടി വരുമ്പോൾ ശക്തമായി നിൽക്കുന്ന ഒരുപക്ഷെ 20 സീറ്റോ 18 സീറ്റോ കിട്ടുന്ന മുസ്ലിം ലീഗ് ആയിരിക്കും കൂടുതൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കൊരു പക്ഷേ അതിനകത്ത് സോഫ്റ്റ് മോഡറേറ്റ് ആയിട്ടൊരു വിങ് ഉണ്ടെങ്കിലും വളരെ ചെറുതായിട്ടാണെങ്കിലും പ്രകടമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും തീവ്രവാദത്തിൻ്റെ ഒരു ഭാഗവും ഒരു പക്ഷേ പരോക്ഷമായിട്ടെങ്കിലും അവിടെ എവിടെയായിട്ടൊക്കെ കാണാൻ. പരോക്ഷമായിട്ടല്ല എന്നാണ് പലരും പറയുന്നത്. കാരണം ഇപ്പോൾ വളരെ പ്രകടമായ രീതിയിൽ തന്നെ അങ്ങനെ ഒരു മാറ്റം അവർക്കുണ്ടായിട്ടുണ്ട്. പല നേതാക്കന്മാരും അപ്രസക്തരുമായിട്ടുണ്ട്. കേരളത്തിൽ പൊതുവായിട്ട് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് കേരളത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്ന ഒരു കോമ്പണൻ്റ് ആണ് അല്ലേ? പക്ഷേ ഇപ്പോൾ അതിനൊരു വലിയ ഭീകരവാദത്തിൻ്റെയും ഒരു ദേശീയ വിരുദ്ധതയുടെയും ഒരു മുഖമായിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം, ഐ മീൻ എക്സ്ട്രീമിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാം മാറിയിട്ടുണ്ട്. അത് പതുക്കെ ഒരു നമ്മുടെ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് അത് സ്പേസ് എടുക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനകത്ത് തന്നെ എക്സ്ട്രീമിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആ രണ്ട് വിഭാഗത്തെ അതിനകത്ത് സത്യതയുണ്ട്, വസ്തുതയുണ്ട്. കാരണം കമ്മ്യൂണലൈസ് ചെയ്യുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സിലാവുമ്പോൾ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിലായാലും വോട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കും, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ. പക്ഷേ താങ്കൾ ചൂണ്ടിക്കാണിച്ച തീവ്രവാദ വിഭാഗം എന്ന് പറയുന്നത് സമീപകാലത്ത് അന്തർദേശീയപരമായ സ്വാധീനമുള്ളതിൻ്റെ ഒരു പ്രകടമായ ഒരു സ്വാധീനം നമ്മുടെ രാജ്യത്തും വന്നു. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലും വന്നു. ഇപ്പോൾ PFI നിരോധിച്ചു, അതിൽ അണികൾ എത്രയോ പേരെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ തീവ്രവാദം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, തീവ്രവാദമുണ്ട്. അത് പക്ഷേ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കേരളത്തിൽ സാധിക്കുമോ? കാരണം കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു മനസാക്ഷി എന്ന് പറയുന്നത് ചേഞ്ചസ് ആവശ്യമാണ്, അത് മോഡറേറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആവശ്യമാണ്, സമാധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ജനങ്ങൾ പൊതുവെ. പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു എക്സ്ട്രീമിസ്റ്റ് സ്വഭാവം, ഇപ്പോൾ അങ്ങിങ്ങായിട്ട് ചില സംഭവങ്ങൾ, ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് തൊടുപുഴ നടന്ന സംഭവങ്ങൾ, വേറെ ഒരുപാട് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കൂടുതൽ കോൺസ്പിക്വസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് UDF കാര്യമായിട്ട് ദോഷം ചെയ്യും. അത് കേരളം ആഗ്രഹിക്കുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരുപക്ഷെ LDF ആദ്യമേ തന്നെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് അവരുടെ മുഖത്തിലെടുത്തത്. അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മൈനോറിറ്റി പൊളിറ്റിക്സിനെതിരായി നിൽക്കുന്നു, ഞങ്ങൾ തീവ്രവാദത്തിനെതിരാണ്, കമ്മ്യൂണലൈസേഷനെതിരാണ് എന്ന് പറയുമ്പോൾ ഹിന്ദു യൂണിറ്റിക്ക് വേണ്ടി നിൽക്കുകയാണോ? അതാണോ അയ്യപ്പ സംഗമത്തിൽ കൂടി കാണിക്കാൻ ശ്രമിച്ചത്? അവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ടായി. പക്ഷേ ചോദ്യത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ജനറലായിട്ട് നോക്കുമ്പോൾ കേരളത്തിനകത്ത് ഒരു മോഡറേറ്റ് സ്പേസ് ഉള്ള വോട്ടേഴ്സും ജനങ്ങളുമാണ് ഉള്ളത്. ഇവിടെ വലിയൊരു എക്സ്ട്രീമിസത്തിന് സ്പേസ് ഇല്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല കേന്ദ്രം വളരെ ശക്തമാണ്, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കാണുന്നവരെ കൈയോടെ പിടിക്കുകയും ചെയ്യുന്നുള്ള ഒരു ഭയവുമുണ്ട്. അതുകൊണ്ട് തന്നെ അന്തർദേശീയപരമായ തീവ്രവാദം വരുന്നുണ്ടെങ്കിലും അതൊരു പരിധിക്കപ്പുറം കേരളത്തിൽ വളരാൻ സാധ്യതയില്ല. ഇല്ല എന്ന് ഞാൻ പറയില്ല, ഉണ്ട്. അതുകൊണ്ടുള്ള പോക്കറ്റ്സ് ഉണ്ട്, തെളിവുകളുണ്ട്, അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ പല സ്ഥലങ്ങളിലെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ സാധ്യതയില്ല. അത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനെ തടുക്കാൻ 3 പൊളിറ്റിക്കൽ ഫോഴ്സസും UDF ആയാലും LDF ആയാലും NDA ആയാലും ഒരുമിച്ച് നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. ഇനി BJP വന്നു കഴിഞ്ഞാൽ BJP ഇപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതൊരു മൊറൽ ബൂസ്റ്റർ അല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ അവർ പിടിച്ചു, വലിയ ശക്തമായ നിലയിൽ തന്നെ ആ കോർപ്പറേഷൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നു. അതിപ്പോൾ നാഷണൽ മീഡിയയിൽ പോലും വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്കും ആ ട്രെൻഡ് കുറച്ചുകൂടി ശക്തമായിട്ട് നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോകാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. കോർപ്പറേഷനിലെ വിജയം
വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടൊരു തിരഞ്ഞെടുപ്പാണ്. തിരുവനന്തപുരത്തിന് അത് കഴിഞ്ഞു എന്ന് തെളിഞ്ഞതും ഭരണം വന്നു എന്നുള്ളത് തെളിഞ്ഞതും വളരെ വ്യക്തമായിട്ട് BJP വളരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. പക്ഷേ BJPക്ക് എല്ലാ മേഖലയിലും വളർച്ച ഉണ്ടായിട്ടുണ്ട്. മലബാറിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്, മധ്യ തിരുവിതാംകൂറിൽ വളർച്ച ഉണ്ടായിരുന്നു, എല്ലാ മേഖലയിലും വളർച്ച ഉണ്ടാകും. പക്ഷേ എൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത് BJPക്ക് ക്രിട്ടിക്കൽ മാസ് ബേസിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ശ്രമിക്കേണ്ടതുണ്ട്. ആ ക്രിട്ടിക്കൽ മാസ് ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിറ്റീസിനെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ശക്തമായ ഹിന്ദു ഭാഗം എന്ന് പറയുന്നത് എണ്ണത്തിൽ ശക്തമാണ്, കഷ്ടിച്ച് 50-51% ഉള്ളൂ. ആ നിലയ്ക്ക് അത് കുറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ 13% നായർ കമ്മ്യൂണിറ്റിയിൽ BJPക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്, ക്രിട്ടിക്കൽ മാസ് ഉണ്ട്. പക്ഷേ ഏതാണ്ട് ഇരട്ടിയുള്ള 25%-ലേറെയുള്ള ഈഴവ സമുദായത്തിൽ അതുപോലൊരു ക്രിട്ടിക്കൽ മാസ് ബേസ് ഉണ്ടാക്കിയാലേ BJPക്ക് വളരാൻ പറ്റും. അത് BJP ശ്രമിക്കുന്നുണ്ട്. OBCയിലും മറ്റ് OBCകളിലും ശ്രമിക്കണം, SC/STയിലും ശ്രമിക്കണം. ആ BDJS വഴി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം BJPയിലേക്ക് കൂടുതൽ ആൾക്കാർ വരണം. ആ നിലയ്ക്കുള്ള വളർച്ച ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്തിടത്തോളം കാലം BJPക്ക് ക്രിട്ടിക്കൽ മാസ് കിട്ടില്ല. കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് ഇത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ആർക്ക് ജയിക്കണമെങ്കിലും ഒരുപാട് വോട്ടുകൾ വേണം. അത് വോട്ടുകളുടെ കാര്യത്തിൽ എണ്ണത്തിൽ വളരെ കൂടുതൽ, ഏതാണ്ടൊരു 40,000 വോട്ടെങ്കിലും കിട്ടാതെ ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല. അത് ക്ലിയർ ട്രയാങ്കുലർ ആകണം. ആ നിലയ്ക്ക് വന്നാലേ ആ ഗുണം കിട്ടുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ അതേപോലെ 40,000 വോട്ട് എല്ലാ മണ്ഡലത്തിലും വരുന്ന രീതിയിൽ BJP വളർന്നിട്ടില്ല. എന്നാൽ 40,000 കിട്ടുന്ന ഒരു 40 മണ്ഡലങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്താൽ 9 1-ാം സ്ഥാനത്തും 11 2-ാം സ്ഥാനത്തും വന്നു. അത് വലിയ പക്ഷേ ആ വോട്ടൊക്കെ ദേശീയ വോട്ടുകളാണ്, മോദിക്ക് കിട്ടിയ വോട്ടുകളൂടെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം. അസംബ്ലിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പാരാമീറ്റർ വ്യത്യാസം. അതുകൊണ്ടാണ് പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകൾ ഉദ്ദേശിച്ച രീതിയിൽ വളരാൻ കഴിയാത്തത്. അപ്പോൾ പഞ്ചായത്തുകളിലെ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പും മുനിസിപ്പാലിറ്റികൾ കിട്ടിയതുമൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അതൊരു വളർച്ച തന്നെയാണ്, തർക്കമൊന്നുമില്ല. കൂടുതൽ ഇപ്പോൾ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷനിൽ 8 കൗൺസിലേഴ്സ് വന്നത് വലിയൊരു ബ്രേക്ക് ത്രൂ ആണ്. കൊല്ലത്തും 6 പേര് വന്നതും വലിയൊരു ബ്രേക്ക് ത്രൂ ആണ്. കാരണം അവിടെയൊക്കെ ലെഫ്റ്റിൻ്റെ അമിത അവിടെയൊക്കെ ലെഫ്റ്റ് താഴോട്ട് പോയി. അപ്പോൾ ലെഫ്റ്റ് താഴോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെയാണ് BJP വളരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് BJPക്ക് വളരാൻ ഇനിയും ഒരുപാട് കയറാനുണ്ട്. SC/ST വിഭാഗത്തിൽ കയറാനുണ്ട്. പിന്നെ മറുവശത്ത് മൈനോറിറ്റീസിൻ്റെ വോട്ടില്ലാതെ നടക്കത്തില്ല. അവിടെ ക്രിസ്ത്യൻ ബേസിനും വളരാനുണ്ട്. ഇങ്ങനെ വളരുമ്പോഴേ BJPക്ക് ഒരു 10-40 സീറ്റിലെങ്കിലും ജയിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയുള്ളൂ. ഞാൻ അങ്ങയുടെ 1-2 കാര്യങ്ങൾ കൂടി വളരെ പെട്ടെന്ന് ചോദിക്കാം. ഇപ്പോൾ ഈ BJP പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ BJP ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ സംസ്ഥാനമുണ്ട്, അവരൊരു ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ കൂടുതൽ പറയാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ, ജനോപകാരപ്രദമായ നടപടികൾ, കേന്ദ്ര സർക്കാരിൻ്റെ പെർഫോമൻസ്, ഈ പെർഫോമൻസ് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവരും, കേരളം മാറ്റും. അത് മാത്രം മതിയോ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ ക്യാമ്പയിന്? അത് മാത്രം പോരാ എന്നുള്ളതാണ്. വികസന അജണ്ട നല്ല കാര്യമാണ്, തർക്കമൊന്നുമില്ല. അത് പറഞ്ഞതാണ്, അതൊരു വലിയ മാറ്റമാണ്. അതിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ ഐഡിയ വളരെ എഫക്റ്റീവാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അത് കാണുകയും ചെയ്തു. ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടുതൽ വികസനം കൊണ്ടുവന്ന് കാണിക്കുകയും വേണം. അത് കാണിക്കുമ്പോഴേ അത് കുറച്ചുകൂടി പ്രകടമായിട്ട് വരത്തുള്ളൂ. അവിടെ ഡെവലപ്മെൻറ്റൽ അജണ്ട കൊണ്ടുവരുന്നത് മോദിയുടെ പോളിസിയുടെ ഒരു കണ്ടിന്യൂഷനാണ്, തർക്കമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് മാത്രം കൊണ്ട് പോരാ. ഇവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസിനകത്ത് നിലപാടുകൾ എടുക്കണം. അതിലൊന്ന് ശബരിമല തന്നെ ഞാൻ പറയുകയാണ്. 2018-ലും BJPക്ക് ആ ബസ് കിട്ടിയില്ല, ശബരിമലയുടെ ബസ് കിട്ടിയില്ല. ഇത്തവണ അത് കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം വേണ്ട രീതിയിൽ ശബരിമല ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്ത് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ BJPയെ കണ്ടില്ല. അതുകൊണ്ടാണ് പല വിമർശകരും ഇടതുപക്ഷവും BJPയും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നുള്ള വിമർശനമുണ്ടായത്. അപ്പോൾ അത് ശബരിമല അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള ഗവർണറായിരുന്ന അദ്ദേഹം പറഞ്ഞത് ഒരു സുവർണാവസരമെന്നാണ്. ആ സുവർണാവസരം ഉപയോഗിക്കാൻ ഇത്തവണയും BJPക്ക് വേണ്ട രീതിയിൽ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസിയുടെ ഷെയർ UDFിലേക്ക് പോകുന്നതിൻ്റെ ഒരു തെളിവ് ഇതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഒരു ചോദ്യം കൂടി അങ്ങനെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഇലക്ഷന് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. താങ്കൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? അതായത് ശരിക്കും ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു മിക്കവാറും ചെറുതായിട്ടും വലുതായിട്ടും മിക്കവാറും എല്ലാ ഇഷ്യൂസും മീഡിയ എടുക്കുന്നുണ്ട്. മീഡിയയാണ് എടുക്കുന്നത്, ഇതൊക്കെ മറിയില്ല. കേരളത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് അജണ്ട കൊടുക്കുന്നത് മീഡിയയാണ്. രാഷ്ട്രീയക്കാരായിട്ട് ഈ അജണ്ടയും ഭരണവിരുദ്ധ വികാരവും ഒന്നും കണ്ടെത്തില്ല. മീഡിയ എടുത്ത് ചർച്ച ചെയ്താൽ ഞങ്ങൾ എടുത്തോളാം,
എന്നുള്ളതല്ലാതെ രാഷ്ട്രീയക്കാരുടെ ലീഡർഷിപ്പിൻ്റെ ഹോംവർക്ക് അവിടെ കണ്ടിട്ടില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ, ട്രാഫിക്കിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ തീർച്ചയായിട്ടും ഡ്രഗ് അബ്യൂസ്, സ്ത്രീകളുടെ പ്രശ്നം, ഇങ്ങനെ തുടങ്ങിയ ചെറുപ്പക്കാരുടെ പ്രശ്നം, ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തികവും സാമൂഹികവുമായ രാഷ്ട്രീയമായിട്ടുള്ള മിക്കവാറും കാര്യങ്ങളെല്ലാം മീഡിയ ഒരു വിധം നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനെ ഫോളോ അപ്പ് ചെയ്താണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് മുന്നോട്ട് പോകുന്നത്. അങ്ങ് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്, വളരെ കൃത്യമായ ഫലങ്ങൾ പ്രവചിച്ച ആളുമാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അങ്ങയുടെ ഒരു പ്രവചനം എന്തായിരിക്കും? ഇപ്പം നമുക്കൊരു 50 ദിവസം എങ്കിലും ഉണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന്. അപ്പോൾ അതുകൊണ്ട് ഇന്നേ പ്രവചിക്കുന്നതിൻ്റെ പരിമിതിയുണ്ട്. പക്ഷേ ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും UDFന് ഭൂരിപക്ഷം കിട്ടും. ഭൂരിപക്ഷം കിട്ടും. അതൊരു 100 സീറ്റിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു 85-നകത്തൊക്കെ പരമാവധി അതിനകത്തൊക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും LDFന് 40-ന് മുകളിൽ സീറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. BJPക്ക് ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 5 സീറ്റേ കാണുന്നുള്ളൂ. പരമാവധി കാണുന്നത് ഒരു 5 സീറ്റേ. അത് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ, കാരണം ഈ 2 പ്രകടമായ മുഖ്യധാരയിൽ നിൽക്കുന്ന ക്രിട്ടിക്കൽ മാസ് ബേസ് ഉള്ള 2 മുന്നണികളെ തോൽപ്പിച്ചുകൊണ്ട് വേണം മൂന്നാമത് ജയിക്കാൻ. അതിൻ്റേതായ അങ്ങനെ ഒരു സാഹചര്യം ചില മണ്ഡലങ്ങളിൽ ഉണ്ട്. സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ബുദ്ധി കാണിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. രാജേന്ദ്ര ശേഖർ അതിൽ ബുദ്ധി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പറ്റിയ സ്ഥാനാർത്ഥികളെ ഓരോ സ്ഥലത്ത് നിർത്തുന്നുവെന്നും ആ നിർത്തുന്നതിൻ്റെ ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകും. അത് സുരേഷ് ഗോപിയിൽ കൂടി തെളിഞ്ഞൊരു കാര്യമാണ്. നല്ല സ്ഥാനാർത്ഥിയെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതേപോലെ നല്ല സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവരെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു സ്വിംഗ് ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 4-5 സീറ്റ് കിട്ടിയാൽ തന്നെ BJPക്ക് വലിയ നേട്ടമാണ്. കാരണം ഒരു 16 മുതൽ 17% വരെ വോട്ട് ഷെയർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയെങ്കിലും കിട്ടിയാൽ BJPക്ക് ഭാവിയുണ്ട്. അപ്പോൾ ഈ നമ്മൾ തുടങ്ങിയെടുത്ത് പറഞ്ഞ 3 മുന്നണികളുടെയും ഭാവി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് 16-ന് മുകളിൽ BJPക്ക് വരണം. ആ ബേസും ഒരു 5 MLA-മാരും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് 2031 കുറച്ചുകൂടി പ്രതീക്ഷയിൽ കാണാൻ കഴിയും. തീർച്ചയായിട്ടും അടുത്ത ഒരു 50-55 ദിവസങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് സൂക്ഷ്മമായി നമ്മൾ നോക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പ്രവചനം ഈ സമയത്ത് നടത്തുന്നത്, ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിലെ രാഷ്ട്രീയം എന്തായിരിക്കും ജനങ്ങൾ വിധി എഴുതുക എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും പ്രൊഫസർ G. ഗോപകുമാർ സാറുമായി ഇനിയും ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.